എൻ്റെ വിഷയമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അത് ഒരിക്കൽ പറഞ്ഞതാണ്, താങ്കളുടെ കയ്യിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്. രാമക്ഷേത്രം, ഭാരതരത്നം, ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കൽ, ഗവർണർമാർ, ഇങ്ങനെ എതിർ രാഷ്ട്രീയ ശക്തികളെ ആകെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം. അതിൻ്റെ അവസാന നാളുകളിൽ അയ്യോ അതൊന്നും അല്ല കേട്ടോ സാഹചര്യം, ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞ് ഈ വേലിപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾക്കൊപ്പം NK പ്രേമചന്ദ്രനും നിന്നു കൊടുത്തത് പ്രേമചന്ദ്രൻ്റെ തന്നെ വാക്കിൽ തന്ത്രമാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയമായി വിമർശിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് INTUC കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, UDFൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്തുണച്ച് വർത്തമാനം പറഞ്ഞു എന്നാണല്ലോ പ്രേമേന്ദ്രനോട് വ്യക്തമാക്കിയത്. ഞാനത് കണ്ടില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലും INTUC പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, ഈ അവസാന നാളുകളിലെ BJPയുടെ പ്രവർത്തനം, ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ ശക്തിയാണ്, വക്താവാണ്, അതിൻ്റെ മുന്നണി പടയാളിയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം കോൺഗ്രസിനെതിരെ നടത്തുന്ന ഹീനമായ പ്രവർത്തനങ്ങൾ, ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടുന്നത്, ഇങ്ങനെയുള്ള നിരവധി ഓരോ ദിവസവും ബേണിംഗ് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തി, പാർലമെൻറ്റിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത, ഞാൻ ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ്, വളരെ കാലമായി രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഈ രാജ്യം പടുത്തുയർത്തിയ കോൺഗ്രസിനെതിരായി നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിച്ച് അപഹസിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരു പ്രധാനമന്ത്രി വിളിച്ച് ഒരു ആഹാരം കഴിക്കാനുള്ള സൗഹൃദത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. അതെൻ്റെ അഭിപ്രായം ഞാൻ പറയണ്ടേ? അഭിപ്രായം പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമുള്ളത്, എന്ത് തന്ത്രമുള്ളത്? അതെന്തിനാ ഇളമരം കരീമിനെ പിടിക്കുന്ന? ഇന്നലെ ഇളമരം കരീം പറഞ്ഞ അഭിപ്രായത്തെ 2 മാസത്തിന് മുമ്പ് അവരെടുത്ത നിലപാടിനെ കുറിച്ച് എനിക്ക് വർത്തമാനം പറഞ്ഞുകൂടെ? ഞാൻ എൻ്റെ നിലപാടല്ലേ പറയുന്നത്. UTUCയുടെ ഒരു ഔദാര്യത്തിലാണോ INTUC പ്രവർത്തിക്കുന്നത്? ഒരു കാലത്തും ആകരുത്. അങ്ങനെ ആകാനും ഞങ്ങൾ തയ്യാറല്ല.